ഇപ്പം നമ്മൾ ഒരു പല്ല് എടുക്കുമ്പോൾ ഒടിഞ്ഞു, പല്ലെടുക്കുമ്പോൾ ഒടിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെയും വിചാരം ഇപ്പം തന്നെ ആ ഡോക്ടർ അത് എടുത്തില്ലെങ്കിൽ എനിക്ക് എന്തോ വലിയ അസുഖം വരുന്നു. അതൊരു മലയാളിയുടെ വല്ലാത്ത ഭയമാണ്. പക്ഷെ ഇപ്പോഴത്തെ കാലത്തിൽ ആ ഒടിഞ്ഞ പല്ലിനെ ബോൺ കട്ട് ചെയ്ത് എടുത്താൽ പിന്നീട് അവിടെ ഒരു ഇംപ്ലാന്റ് ചെയ്യണമെങ്കിൽ ആവശ്യമായ ബോൺ അവിടെ ഉണ്ടാവില്ല. ഇപ്പോൾ പല്ല് നടുകയാണ് ചെയ്യണത് ഇംപ്ലാന്റുകൾ ഉപയോഗിച്ചിട്ട്. പല്ല് നടുന്ന് പറഞ്ഞാൽ ഇപ്പൊ പൊട്ടിയ പല്ലിന്റെ മുകളിലേക്ക് വേറെ അല്ലല്ല, പല്ലെടുത്ത് കളഞ്ഞ ആ ഭാഗത്ത് തന്നെ നമ്മളൊരു വേറെ പല്ലിന്റെ ഇംപ്ലാന്റ് അങ്ങ് വെക്കുകയാണ്. അപ്പൊ തന്നെ അതായി അങ്ങനെ ലെവലിലായി. പല്ല് നടാം പുല്ല് പോലെ എന്നാ ഞാൻ പറയുന്നത്. അത് കൊള്ളാം. പല്ലിനെ നടാം പുല്ല് പോലെ, അതുപോലെ അതന്നെ നടുകയാണ്. പക്ഷേ ഞാൻ പറഞ്ഞു വന്ന് പല്ല് പറിക്കുമ്പോൾ ഒടിഞ്ഞു പോയാൽ അത് അപ്പം തന്നെ എടുക്കണമെന്നൊരു നിർബന്ധമില്ല. അത് കുറച്ച് നാൾ കഴിയുമ്പോൾ എടുത്താലും മതി. കാരണം എന്നറിയാമോ, കേരളത്തിലെ പല്ല് കേടായവരുടെ വായിലിരിക്കുന്ന ഒരു 20% പേരുടെ വായിൽ ഒരു 10 കുറ്റി വെച്ചിട്ടുണ്ട്. അതിനൊരു പ്രശ്നം ഉണ്ടാവില്ല. ഡോക്ടർ ഓടിക്കണ അത് ശരിയല്ലല്ലോ. ഈ വന്ന ആളുടെ ഇപ്പുറത്ത് കുറ്റി ഒടിഞ്ഞിരിപ്പുണ്ടെങ്കിലും ഈ പല്ല് ഒടിഞ്ഞാൽ അത് പ്രശ്നമാണ്. അല്ല, നമ്മുടെ മനസ്സുകളുടെ ഭയങ്ങളാണ് ഇതൊക്കെ. അപ്പൊ ഇതിനെയൊക്കെ നമ്മൾ കളയേണ്ട സമയം കഴിഞ്ഞു. കുറച്ചുകൂടെ എഡ്യൂക്കേറ്റഡ് സൊസൈറ്റിയാണ് നമ്മുടെ. അപ്പൊ നമ്മൾ ഇതൊക്കെ മണ്ടത്തരങ്ങൾ ഇനി വിശ്വസിക്കരുത്. അപ്പൊ ഈ ഞങ്ങൾ കണ്ടിരിക്കുന്ന കുറച്ച് വിരോധാഭാസങ്ങളെയാണ് ഞാൻ ഈ പറയുന്നത്. അതാ ഞാനൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കട്ടെ. ഇപ്പൊ ഈ പറഞ്ഞ മാതിരി സോഷ്യൽ മീഡിയയിൽ ദർ ഇസ് ടു മച്ച് ഇൻഫർമേഷൻ, ഒരുപാടുണ്ട്. അതിലിപ്പോ ഡെന്റിസ്ട്രി റിലേറ്റഡും ഉണ്ടാവുമല്ലോ. അങ്ങനെ കേട്ടിട്ടുള്ള ഡോക്ടർ കേട്ടിട്ടുള്ള മിത്തുകൾ, മണ്ടത്തരങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, ഇത് പല്ലൊടിഞ്ഞാൽ അത് ക്യാൻസർ ആവും, അപ്പൊ തന്നെ എടുത്തു കളഞ്ഞില്ലെങ്കിൽ ക്യാൻസർ. പല്ല് പറിച്ചാൽ ചിലർക്ക് കണ്ണ് കാണാണ്ടാവും എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. പല്ല് പറിച്ചാൽ കണ്ണ് പോവും, പല്ല് പറിച്ചാൽ തലയ്ക്ക് അസുഖം വരും, തലയ്ക്ക് അസുഖം വരുന്നത് ഭ്രാന്ത് പിടിക്കുന്നതാണ് പറയുന്നത്. ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ പലരും പറയാറുണ്ട്. എന്താ സംഭവം എന്നറിയോ, ഈ എല്ലാ നെർവ്സും ഈ ഭാഗത്തുള്ളത് സെൻസറി നെർവ്സൊക്കെ ഒറ്റ നെർവിൻ്റെ ഭാഗങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് പല്ലിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള വേദനകളൊക്കെ എല്ലായിടത്തും വരും. അപ്പോൾ എല്ലാവരും വിചാരം കണ്ണ് പോവും, ഇത് പോവും എന്നൊക്കെയാണ്. അപ്പോൾ പണ്ടത്തെ തുടങ്ങിയുള്ള ഒരു ഭയമാണ് ഇതൊക്കെ പല്ല് പറിക്കുന്നത്. അന്ന് എന്തുകൊണ്ട് അങ്ങനെ ഭയം എന്നറിയോ, ഇത് കേരളത്തിൽ എത്ര നാളായി ഡെന്റിസ്ട്രി തുടങ്ങിയിട്ട്? 60 അവസാനങ്ങളിലാണ് ഇവിടെ ശരിക്കും ക്വാളിഫൈഡ് ഡെന്റിസ്റ്റ് വന്നിട്ടുള്ളൂ. അതുവരെ ഇവിടെ ക്വാളിഫൈ ചെയ്തിട്ടുള്ള ഡെന്റിസ്റ്റ് ഉണ്ടായില്ല. ചൈനയിൽ നിന്നും പുറത്തുനിന്ന് വന്ന അവരും ഡെന്റിസ്റ്റ് ആണോ നമുക്ക് അറിയില്ല. അവര് പറയുന്നു ഒരു ക്വാളിഫൈഡ്. അതെ, അവരുടെ കൂടെ നിന്നിരുന്ന അസിസ്റ്റൻസ് ആണ് പിന്നെ ഇവിടെ ക്ലാസ് ബി ഡോക്ടർമാരായിട്ട് മാറിയിട്ടുള്ളത്. മനസ്സിലായില്ലേ? അവർക്ക് കോംപ്ലിക്കേഷൻ വന്നാൽ മെയിൻറ്റെയിൻ ചെയ്യാനോ നടത്താനോ അറിയില്ല. അവർ ചെയ്യുന്ന ടെക്നിക്ക് ശരിയാവണമെന്നില്ല. അന്ന് വന്നിരിക്കുന്ന അതേ ചിന്തകൾ ഇപ്പോഴും നമ്മുടെ സമൂഹം കൊണ്ടുനടക്കുകയാണ്. കാരണം നമ്മൾ വി ആർ നോട്ട് എക്സ്പോസ് ടു ബെറ്റർ ഡെന്റിസ്ട്രി. ഡെന്റിസ്ട്രി ഈസ് സ്റ്റിൽ വെർജിൻ.